കേശവന് ഇപ്പം എൻ്റെ കൂടെ പോവാം. ആ രാത്രി തീരും മുമ്പ് എനിക്ക് താരയുടെ തീരുമാനം തിരുത്താൻ പറ്റി. മുന്നോട്ടുള്ള എല്ലാ യാത്രകളിലും ഞാനൊപ്പം ഉണ്ടാകും എന്ന എൻ്റെ ഉറപ്പിന്മേൽ നമ്മൾ മാഡ്രിഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. എയർപോർട്ട് എയറോപോർട്ടോ? താര, താര, നമുക്ക് സമയമില്ല, വാ പോവാം. പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ചടങ്ങ് തെറ്റിക്കണ്ട. നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നീ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെങ്കിലും ഇതിലേക്കിടും. അത് ഇവിടുത്തെ ബിലീഫാ. കഴിഞ്ഞില്ലേ? 20 വർഷമായിട്ട് കൂടെ കൊണ്ടു നടന്ന. വാ ഇനി പോവാം. താര, ഞാനിതുവരെ സ്വപ്നം കണ്ട ജീവിതം ഈ 2 പേപ്പർ തുണ്ടുകളിലായിരുന്നു. ഇനി എനിക്ക് ജീവിക്കാൻ പുതിയൊരു സ്വപ്നമുണ്ട്. come fast, fast. Hey, let me finish the thing. താര, വണ്ടി കയറ്. താര, വണ്ടി കയറാൻ. Follow them immediately. Come on, quick, quick. ¡Filho da puta, vai cá o carro, pá! Got some more, step on it. Overtake the damn car.
അവിടെ എന്നെ നോക്ക. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീ അവിടെ ഉപേക്ഷിച്ചെങ്കിൽ നീ കണ്ട സ്വപ്നം അതെന്തായാലും സാധ്യമാവും. നീ തിരിച്ചു പോണം. നേടേണ്ടതെല്ലാം നേടണം. നീ എനിക്ക് തന്ന ഈ 3 ദിവസത്തിന്റെ കടം എത്ര ശ്രമിച്ചാലും എനിക്ക് വീട്ടാനാവില്ല. മതി, പോവാം. സോ ഡൂഡ്, ഭൂമിക്കടിയിലേക്ക് താര ഇറങ്ങിപ്പോയത് ഇവിടെ വെച്ചാണ്. Her dreams became ashes here. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ സക്സസ് ആയിരുന്നു. And now here you are at the same fountain and you are a superstar. അങ്ങനെ മമ്മയോടുള്ള കടം വീട്ടി. Let's head back. Let's go. എന്റെ കടം ഇനിയും ബാക്കിയാണ് ഹിമ. ആരോട്? I betrayed her. ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഡേവിഡ് ഒരിക്കലും ഇവിടെ എത്തില്ലായിരുന്നു. Hers was a perfect plan. ആ 3 ദിവസം ഞാൻ അവൾക്ക് കൊടുത്തു എന്ന് അവൾ വിശ്വസിച്ച സന്തോഷം ഞാൻ ഡേവിഡിന് കൊടുത്ത വാക്കിന്റെ പേരിൽ അഭിനയിച്ച കള്ളമായിരുന്നു. ആ യാത്ര തുടങ്ങിയ രാത്രി ഞാൻ വില പറഞ്ഞു വിറ്റത് ഞാൻ ഒരിക്കലും അറിയിക്കാത്ത അവളുടെ സ്നേഹമായിരുന്നു. എങ്ങോട്ട്? നീ ഒന്ന് എഴുന്നേക്ക്. എന്ത് വിശ്വസിച്ചാണ് നീ അവളെ തടയരുതെന്ന് പറയുന്നത്? നീ പറഞ്ഞോടാ. ജീവിതത്തിൽ എപ്പോഴാണ് അവൾക്ക് നിങ്ങളെ ഒളിച്ചോടിക്കൂടെ സാർ? എത്ര നാൾ നിങ്ങൾ അവളെ തടയും, ഇങ്ങനെ പൂട്ടിയിടും? അവൾ ഇനി ഇത് തന്നെ ചെയ്യാൻ ശ്രമിക്കില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ സാർ? എന്നെ വിശ്വസിക്കും. അവൾ ഇപ്പം ഈ തുടങ്ങുന്ന യാത്ര വന്നവസാനിക്കുന്നത് നിങ്ങളിൽ തന്നെ ആയിരിക്കും. ആ ചേർച്ചിൽ നിന്നും താര പ്ലാൻ ചെയ്ത വഴി എനിക്ക് തെറ്റിപ്പോയതല്ല, ഞാൻ തെറ്റിച്ചതാണ്. ഇത് ഞാൻ കലക്കും. താൻ അവിടെ എവിടേക്കാ പോകുന്നേ? ട്രക്ക് എവിടെയാ വരുന്നേ? ഒന്ന് മൂത്രമൊഴിക്കാനും സമ്മതിക്കൂലേ? അതെ സാർ, മാഡ്രിഡ് അല്ല അവളുടെ പ്ലാൻ. അത് എങ്ങോട്ടാന്ന് എന്നോടും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു ഹൈവേയിൽ പോകുന്ന വഴി ഒരു ഗീവർഗീസ് പുണ്യാളന്റെ പള്ളി അവിടെയപ്പോ. ഓക്കെ, വിസ് യു. നിങ്ങൾ എത്തേണ്ട സ്ഥലം എടോ, ഇത് വിസിയു ആണ്. ഡേവിഡ് ഇവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പക്ഷേ താരയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അവളുടെ ബാഗിലെ ആ ക്രൂസ് ടിക്കറ്റ്സ് കണ്ടപ്പോഴാണ്.
അളിയ ഞാനാടാ. ആടാ എടാ അവളെ ചതിക്കാൻ മനസ്സ് വരുന്നില്ലടാ. മഹാപാപം അല്ലടാ, വിശ്വസിച്ച് കൂടെ ഇറങ്ങി പുറപ്പെട്ട അവളെ ചതിക്കുന്ന. എടാ ഈ പടം ഇറങ്ങണ്ടേ? നീ തന്നെയല്ലേ ഡേവിഡ് സാറിന് വാക്ക് കൊടുത്തത്? എടാ ഒന്നില്ലെങ്കിൽ അവള് പൊടി തട്ടി പോവും, അല്ലെങ്കിൽ നിനക്കൊരു ഭർത്താവ് ഉദ്യോഗം. കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം. എടാ നീ ഞാൻ പറഞ്ഞ അവിടെ കേട്ടാ മതി. താരയോട് ക്ഷമ ചോദിക്കണം എന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സിദ്ധുവിന്റെ ശബ്ദത്തിൽ കേട്ടപ്പോ എന്റെ മനസാക്ഷി എന്നോടൊരു1000 പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ കേട്ടത്. അവൾ സന്തോഷത്തോടെ എവിടെയോ ജീവിച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു വാർത്ത കേൾക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. തുപ്പിക്കളയുന്നതിന് തൊട്ടു മുമ്പ് ഊതി വീർപ്പിച്ച് വലുതാക്കിയിട്ട് ടപ്പ് പൊട്ടിച്ചു കളഞ്ഞല്ലോ ഹീറോ നിങ്ങളുടെ ഏറ്റുപറച്ചിൽ. പക്ഷെ ധാരാളം കൺഫ്യൂഷൻ സീൻസ് അഭിനയിച്ച് തകർത്ത നിങ്ങൾക്ക് ഇതങ്ങ് ശരിയായില്ല. കുറച്ചുകൂടെ ഡ്രാമയാവാം. പാവ ഒരു പെണ്ണ് അവളുടെ നല്ല കാലം മുഴുവൻ നിങ്ങളെ മാത്രം നെഞ്ചിലിറ്റി നടന്നിരുന്നു. അവരെ മാത്രല്ല, എന്റെ നല്ലൊരു ചൈൽഡ്ഹുഡും കൂടിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്.